സോ നമ്മൾ ഈ ഒരു സെഷന് നമ്മുടെ എക്സാം അടുത്തല്ലോ അല്ലെ. സോ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മോഡ്യൂൾ നമ്പർ 6 ഉണ്ട്. ആ 6-ല് മോഡ്യൂൾ നമ്പർ 6 എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആണ് നമുക്ക് മോഡ്യൂൾ നമ്പർ 6 ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന്റെ മോഡൽ ഇതാണെന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുക. അത് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, 2023 നടന്ന അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. The electric field inside a perfectly conducting medium is. അപ്പോൾ electric field inside a perfectly conducting media. ഒരു പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് മീഡിയത്തിന്റെ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും. അതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ്, സീറോ, ഡിപ്പെൻഡന്റ് അപ്പോൺ ദ വാല്യൂ ഓഫ് ദ ചാർജ്, നൺ ഓഫ് ദ എബവ്. ഏതായിരിക്കും? നമുക്കറിയാം ഒരു പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് മീഡിയം ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അല്ലെ. ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഇത് നമുക്ക് സീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് റോ എന്ന് പറയുന്നത് സീറോ ആണ്. നമുക്ക് ഗോസ് ലോ ഉണ്ട്, എന്താ? ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ. ഇത് എങ്ങനെയാണ് വന്നത്? ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ. ഇതാണ് നമ്മുടെ ഗോസ് ലോ എന്ന് പറയുന്ന നമ്മൾ പഠിച്ചിരുന്ന ഗോസസിന്റെ ഡിഫറൻഷ്യൽ ഫോം. ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എന്ന് പറയുന്നു. ഡിയും ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഡി ഈസ് ഈക്വൽ എപ്സിലോൺ നോട്ട് ഇ. ഇതാണ്. അത് നമ്മൾ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ്, സോറി, ഇ നോട്ട് ഇ. അപ്പൊ നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ റോ സീറോ ആണെന്നറിയാം. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു സീറോ. ദാറ്റ് മീൻസ് ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു സീറോ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് മീഡിയത്തിന്റെ ഇൻസൈഡ് ആയിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു സീറോ എന്ന് പറയാൻ പറ്റും. സോ ഒരു പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് ആണെങ്കിൽ നമുക്കൊരു നല്ലതായിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മീഡിയം ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ചാർജസിനെല്ലാം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാം ഈ ഒരു സർഫസിലേക്ക് പോയിട്ട് ഇൻസൈഡ് ദ കണ്ടക്ടർ, ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് ഇതെല്ലാം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സർഫസിലോട്ടൊക്കെ പോയി ആ ഒരു സെൻട്രൽ പോയിന്റിലെ, അതായത് ഇൻസൈഡ് പോയിന്റിൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു സീറോ. റോ ഈക്വൽ ടു സീറോ. സോ ആ റോ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുന്നത്. സോ റോ ഈക്വൽ ടു സീറോ ആണ്. അതിനുശേഷം നമ്മൾ നേരെ ഗോസസ് ലോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇ വിൽ ബി ഈക്വൽ ടു സീറോ. ഈക്വൽ ടു സീറോ. സോ ഓപ്ഷൻ ബി വിൽ ബി ദ ആൻസർ. ഇത് എന്ന് പറയുന്നത് ഗോസസ് ലോ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഗോസസ് ലോ എന്ന് പറയുന്നത് ഏതാണ്, ഗോസസ് ലോനെ സാധൂകരിക്കുന്ന ഇക്വേഷൻ ഏതാണ് എന്നായിരുന്നു ചോദ്യം. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഡെൽ ഡോട്ട് ഡി എന്നൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ ആ ഡീനെ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ ടേമിൽ എഴുതുമ്പോഴാണ് ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അല്ലെ. സോ ഈ ഒരു ഫോം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സോ ഗോസസ് ലോ ആണ്. അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ നോട്ട്. റോ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി, ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ഡോട്ട് ഡി എന്ന് പറയുന്ന ഡൈവേർജൻസ് ഓഫ് ഇ ആണെന്ന് മനസ്സിലാക്കുക. ഡെൽ ഇ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗ്രേഡിയന്റ് ആണ് വരുന്നത്. ഡെൽ ക്രോസ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക? കേൾ ഓപ്പറേഷൻ ആണ് വരുന്നത്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ഈ ഇക്വേഷൻ നമുക്ക് ചിന്തിക്കാനുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് മീഡിയ വിൽ ബി ഈക്വൽ ടു സീറോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 point charges. 2 point charges, Q1 is equal to 1 nanocoulomb, Q2 equal to 2 nanocoulomb are at a distance apart, which is correct. 2 point charges ഇങ്ങനെ ഇരിക്കുന്നു. ഇത് Q1 and this one is Q2. ഇത് ഒരു certain distance, സപ്പോസ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഇരിക്കുകയെന്ന് വിചാരിക്കാം. ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് എന്ന് പറയാം. അപ്പോ ഫോഴ്സ് ഓൺ Q1 is repulsive, force on Q2 is along the line, force on Q2 equals that on Q1. Force on Q1 increase linearly with distance decrease. അപ്പോൾ ഇത് എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? കൂളംസ് ലോന്റെ ആപ്ലിക്കേഷൻ ആണ്. കൂളംസ് ലോ എന്ന് പറയുന്നത് എന്താ? F is proportional to Q1
Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഒരു റിപ്പൾസീവ് ഓർ അട്രാക്റ്റീവ് കാണും. റിപ്പൾസീവ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫോഴ്സ് ഓൺ Q2 along the straight line, അത് നമ്മൾ പറയുന്ന കാര്യമാണ്. രണ്ടും തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ പറയുന്നതാണ്. ഫോഴ്സ് ഓൺ Q2 ഈക്വൽസ് ദാറ്റ് ഓൺ Q1. ഓക്കെ, അത് നമുക്ക് ഒരു അംഗീകരിക്കാൻ പറ്റും. Then force on Q1 increases linearly with the distance decrease. ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ലീനിയർലി ആണോ ഈ തമ്മിലുള്ളത് റിലേഷൻഷിപ്പ് വന്നിരിക്കുന്നത്? ഫോഴ്സും ഡിസ്റ്റൻസും ലീനിയർ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആണോ വന്നിരിക്കുന്നത്? അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പോ നമുക്ക് ഈ ഒരു പോയിന്റിനെ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോ F12 എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോയിന്റിനെ നമുക്ക് ഡയറക്ട്ലി പറയാൻ സാധിക്കും തെറ്റാണ് എന്ന്. കാരണം ഇവിടെ ലീനിയർലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ലീനിയർലി അല്ല വരുന്നത്, ഇൻവേഴ്സ്ലി ആണ്. ഫോഴ്സും ഡിസ്റ്റൻസും എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. സോ അഗെയിൻ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് കുളംസ് ലോ ആണ് വന്നിരിക്കുന്നത്. അഗെയിൻ ഈ ഒരു വാല്യൂ 1/4πε0 എപ്സിലോൺ വാല്യൂ ഒക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ രണ്ടിന്റെയും വാല്യൂ ഓർത്ത് വെക്കുക. എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞാൽ 8.85 ഫോർ സംതിങ് -12 എന്നുള്ള ഫാരഡ്സ് പെർ മീറ്റർ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതും പണ്ടത്തെ ക്വസ്റ്റ്യൻ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ആ ഒരു വാല്യൂ ഓർത്ത് വെക്കുക. എപ്സിലോൺ നോട്ടിന്റെ ഒക്കെ യൂണിറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സോ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കുളംസ് ലോവിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. AP ചോദിച്ച ചോദ്യമാണ്. 2023 ഇലക്ട്രിക്കലിന് ചോദിച്ച ചോദ്യമാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതും APയുടെ ക്വസ്റ്റ്യൻ ആണ്. ടു ഐഡന്റിക്കൽ കോയാക്സിയൽ സർക്കുലർ കോയിൽ ക്യാരിങ് സെയിം കറന്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോ നമുക്ക് രണ്ട് കണ്ടക്ടേഴ്സ് സ്ട്രൈറ്റ് കണ്ടക്ടർ ആണ്, അത് വരച്ചു പോകും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് മിഡ് പോയിന്റ്. അപ്പോൾ രണ്ടിനും I എന്ന് പറയുന്ന സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതിന് ചുറ്റും സെയിം ആയിട്ടുള്ള ഒരു സെയിം എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ ഒരെണ്ണം സപ്പോസ് ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതിന്റെ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. കാരണം എന്താണ്? രണ്ടും സെയിം കറണ്ട് ആണ്, പാരലൽ ലൈൻ ആണ് അല്ലെ. സോ പാരലൽ ആയിട്ടുള്ള രണ്ട് കണ്ടക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ പാരലൽ കണ്ടക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ആയതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഒരു മിഡ് പോയിന്റ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത് ഈ സപ്പോസ് ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ് എന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ എന്തായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ റിസൾട്ടന്റ് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 0 ആയിരിക്കും. ഒപ്പോസിംഗ് നേച്ചർ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ റിസൾട്ടന്റ് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബിക്കോസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് ആൻഡ് അറ്റ് ദ മിഡ് പോയിന്റ് ആണ് അല്ലെ. അപ്പൊ മിഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ നോക്കുക, ഇങ്ങനെ വരുന്നു. ദെൻ ഡയറക്ഷൻ കണ്ടെത്തുക. സോ മിഡ് പോയിന്റ് 0 ആയിരിക്കും. സോ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടെത്താനുള്ള ലോസ് ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടെത്താനുള്ള നിങ്ങളുടെ മനസ്സിൽ വേണം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉണ്ട്, കോർക്ക് സ്ക്രൂ റൂൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. അത് വേറെ സിലബസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നും എന്താണ് കോർക്ക് സ്ക്രൂ റൂൾ എന്നും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. തമ്പ് പിടിക്കുമ്പോൾ തമ്പിന്റെ ഡയറക്ഷൻ ആണ് കറണ്ട് എങ്കിൽ ബാക്കി ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ ആയിരിക്കും കറണ്ടിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. കോർക്ക് സ്ക്രൂ റൂൾ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്ന സ്ക്രൂ ആണെങ്കിൽ അതിന്റെ ആ ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്ന ഡയറക്ഷൻ കറണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറയുന്നത്. രണ്ടും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. യൂണിറ്റ് ഓഫ് പോയിന്റിംഗ് വെക്ടർ, ഇതും AP ചോദിച്ച ചോദ്യമാണ്. പോയിന്റിംഗ് വെക്ടർ റീസെന്റ് അത് കഴിഞ്ഞിട്ട് ഈയിടെ കണ്ടൊരു എക്സാമിന് ഞാൻ കണ്ടതായിരുന്നു. പോയിന്റിംഗ് വെക്ടറിന്റെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ പോയിന്റിംഗ് വെക്ടറിന്റെ യൂണിറ്റും അതിന്റെ പ്രോപ്പർ ഡെഫിനിഷനും നിങ്ങൾ ഓർത്തു വെക്കുക. ഇത് AP ചോദിച്ച ചോദ്യമാണ്. യൂണിറ്റ് ഓഫ് പോയിന്റിംഗ് വെക്ടർ എന്താണ് വരുന്നത്? വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്
വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് പോയിന്റിംഗ് വെക്ടറിന്റെ യൂണിറ്റ് വരുന്നത്. ഇതൊക്കെ പറഞ്ഞതാണ് അതിന്റെ ഓർമ്മ. ദെൻ അതിന്റെ ഡെഫിനിഷനും ഇപ്പം ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തോളൂ. പോയിന്റിംഗ് വെക്ടറിന്റെ ഡെഫിനിഷൻ എനർജിയുടെ ഒക്കെ വെച്ചിട്ടൊരു എനർജി ലോസിന്റെ ഒക്കെ കാര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് വെച്ചിട്ടുള്ള ഒരു ഡെഫിനിഷനും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. പോയിന്റിംഗ് വെക്ടറിൽ നിന്ന് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്. അതിന്റെ യൂണിറ്റും അതിന്റെ ഇക്വേഷനും മാത്രമാണ് ചോദിക്കാനുള്ളത്. ജസ്റ്റ് ഓർത്തു വെക്കുക. ദെൻ സ്റ്റോക്സ് തിയറം ഹെൽപ്സ് ടു ഫൈൻഡ്. എഗെയിൻ AP ചോദ്യമായിരുന്നു സ്റ്റോക്സ് തിയറം. അത് നമ്മുടെ റിവൈസ് ചെയ്ത നമ്മുടെ സിലബസിനകത്ത് ഡയറക്ട്ലി പറഞ്ഞിട്ടുള്ളതാണെന്ന് എന്റെ ഓർമ്മ. സ്റ്റോക്സ് തിയറം എന്താണെന്നൊക്കെ നമ്മൾ സ്റ്റോക്സ് തിയറം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ഡൈവേർജൻസ് തിയറം, അല്ലെ? ഡൈവേർജൻസ് തിയറം എന്തായിരുന്നു? ലൈൻ ഇന്റഗ്രലും വോളിയം ഇന്റഗ്രലും, അല്ലെ? ലൈൻ ഇന്റഗ്രലും വോളിയം ഇന്റഗ്രലും തമ്മിൽ വോളിയം ഇന്റഗ്രലും തമ്മിൽ കണക്ട് ചെയ്യുന്നതായിരുന്നു ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത്. നേരെ മറിച്ച് സ്റ്റോക്സ് എന്ന് പറയുന്നത് സർഫസ് ഇന്റഗ്രലും വോളിയം ഇന്റഗ്രലും, അല്ലെ? കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തോളൂ. പറഞ്ഞത് കറക്റ്റ് എറർ ഉണ്ടോ സംശയമുണ്ട്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത് ഇതുപോലെ രണ്ട് ഇന്റഗ്രൽസിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചാണ് സ്റ്റോക്സ് എന്താണ് കേൾ ഓപ്പറേഷൻ എന്നൊക്കെ. ഒരു വെക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അത് സീറോയിലോട്ട് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ അതിന്റെ നമ്പർ ഓഫ് റൊട്ടേഷൻ ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. സോ സ്റ്റോക്സ് തിയറം എന്താണെന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. സോ നമ്മൾ സ്റ്റോക്സ് തിയറം എവിടെയായിരുന്നു ഇത്ര ഈ ഒരു നമ്മുടെ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് അപ്ലൈ ചെയ്തത്? ബയോ-സവാർട്ട്സ് ലോ വരുമ്പോൾ, അല്ലെ? ബയോ-സവാർട്ട്സ് ലോ വരുമ്പോഴേക്കും, ആംബിയർ സർക്യൂട്ടൽ ലോ വരുമ്പോഴാണ് നമ്മൾ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡൈവേർജൻസ് തിയറം എവിടെയാണ് അപ്ലൈ ചെയ്തത്? ഗോസസ് ലോ വന്നപ്പോഴാണ് നമ്മൾ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്തത്. സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്തത് ആംബിയർ സർക്യൂട്ടൽ ലോ വന്നപ്പോഴാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റോക്സ് തിയറം ചോദ്യം വരുന്നത് സ്റ്റോക്സ് തിയറം ഹെൽപ്സ് ടു ഫൈൻഡ് എന്താണ്? ഏരിയ, വോളിയം, ലീനിയർ ഡിസ്റ്റൻസ്, കേൾ ഓഫ് എ ഫംഗ്ഷൻ. എന്താണ് കേൾ ഓഫ് എ ഫംഗ്ഷൻ? ആംബിയർ സർക്യൂട്ടിലോ പഠിച്ചപ്പോൾ നമ്മൾ എന്തോ ഡെൽ ക്രോസ് എച്ച് എന്നോ അങ്ങനെ എന്തോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയായിരുന്നു, ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു നമ്മൾ സ്റ്റോക്സ് തിയറം, ആ ഒരു വെക്ടർ കാൽക്കുലസിന് സ്റ്റോക്സ് തിയറം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കടമെടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെ? സോ സ്റ്റോക്സ് തിയറം എന്ന് പറയുന്ന കേൾ ഓഫ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന്റെ കേൾ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റോക്സ് തിയറം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് കേൾ എന്ന് പറയുന്നത് എന്താ? ക്രോസ് പ്രൊഡക്റ്റ്, അല്ലെ? ഒരു ക്രോസ് പ്രൊഡക്റ്റ് എന്നാണ്, ക്രോസ് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഈ കേൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. എന്താണ് കേൾ ഓപ്പറേഷൻ, എന്താണ് സ്റ്റോക്സ് തിയറം, എന്താണ് ഡൈവേർജൻസ് തിയറം, എന്താണ് ഡൈവേർജൻസ് എന്നുള്ള കാര്യം വെക്ടർ കാൽക്കുലസിൽ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, കേൾ ഓഫ് എ ഫംഗ്ഷൻ. നെക്സ്റ്റ് വരുന്നത് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ സെന്റർ ഓഫ് എ സർക്കുലർ കണ്ടക്ടർ വിത്ത് ഹൈ റേഡിയസ് ക്യാരിങ് 12 amps. Magnetic field at the center of a circular conductor with high radius carrying 12 amps is 12 amps. മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം B is equal to mu0 I divided by 2R എന്ന് നമുക്ക് ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ട്, അല്ലെ? B is equal to mu0 I by 2R. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൈ റേഡിയസ് ആണ്, അല്ലെ? ഹൈ റേഡിയസ്. സോ I എന്ന് പറയുന്നത് 12 amps വന്നിട്ടുണ്ട്. R എന്ന് പറയുന്നത് ഞാൻ അതിനെ ഒരു എന്താ ഇൻഫിനിറ്റ് വാല്യൂ, ഹൈ ഞാൻ ഇൻഫിനിറ്റ് വാല്യൂ ഞാൻ എടുക്കുകയാണ്. സോ ഇൻഫിനിറ്റ് ആകുമ്പോഴേക്കും ബിയുടെ വാല്യൂ എന്താവും? ദാറ്റ് വിൽ ഗോസ് ടു 0, അല്ലെ? സോ ഒരു ഹൈ വാല്യൂ ആണ് റേഡിയസ് എങ്കിൽ B will goes to 0 and option is B. ഓക്കെ, സോ ഒരു സർക്കുലർ കണ്ടക്ടറിന്റെ ഇക്വേഷൻ, സർക്കുലർ കണ്ടക്ടറിന്റെ ബിയുടെ ഇക്വേഷൻ ആണ് mu0 I divided by 2 into R. B is equal to mu0 I divided by 2 into R എന്ന് പറയുന്നത്. സോ അതിൽ R എന്ന് പറയുന്ന ഹൈ റേഡിയസിന് ഞാൻ ഇൻഫിനിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് B എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, ഞാനിവിടെ ഇൻഫിനിറ്റി എടുത്തത് കൊണ്ട് തന്നെ 0 എന്ന് ഞാൻ അനുമാനിച്ചിരിക്കുകയാണ്. ഇൻഫിനിറ്റി ആയിരിക്കില്ല, മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കില്ല, 1 ഒരിക്കലും ആയിരിക്കില്ല. പിന്നെ നമുക്ക് കുറച്ചെങ്കിലും ചേർന്ന് നിൽക്കാൻ പറ്റുന്നത് 0 വാല്യൂ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അതുകൊണ്ട് B നമുക്ക് ബബിൾ ചെയ്യാൻ സാധിക്കും. Relative permeability. Relative permeability is equal to 10,000. Absolute permeability is നമ്മൾ ചോദിച്ചിരിക്കുന്ന റിലേറ്റീവ് പെർമിബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോറി, റിലേറ്റീവ് പെർമിബിലിറ്റി ആണ് തന്നിരിക്കുന്നത്. 10K തന്നിട്ടുണ്ട്.
സോ അബ്സല്യൂട്ട് പെർമിബിലിറ്റി ആണ് കണ്ടെത്തേണ്ടത്. എങ്ങനെ കണ്ടെത്തണം? മ്യൂ ആർ ഇൻറ്റു മ്യൂ നോട്ട് അല്ലെ. മ്യൂ ആർ ഇൻറ്റു മ്യൂ നോട്ട് ആണ് നമ്മുടെ അബ്സല്യൂട്ട് പെർമിബിലിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് പെർമിബിലിറ്റി 10,000 തന്നിട്ടുണ്ട്. മ്യൂ നോട്ട് നമുക്ക് അറിയാം അല്ലെ. മ്യൂ നോട്ടിന്റെ വാല്യൂ എത്രയാണ്? 4π ഇൻറ്റു 10⁻⁷ ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. മ്യൂ നോട്ട് എന്ന് പറയുന്നത് 4π ഇൻറ്റു 10⁻⁷. സോ മ്യൂ ആർ എന്ന് പറയുന്നത് 10,000 തന്നിട്ടുണ്ട്. സോ മ്യൂ ഇസ് ഈക്വൽ ടു ഇത് KCB 2023 KCB എയുടെ ചോദ്യമായിരുന്നു. So 10,000 into 4π into 10⁻⁷, that is equal to 4π into 10⁻³ ഹെൻറി പെർ മീറ്റർ. again യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെൻറി പെർ മീറ്റർ ആണ് യൂണിറ്റ് എന്ന്. പെർമിറ്റിവിറ്റിയുടെ എന്തായിരുന്നു? ഫാരഡ്സ് പെർ മീറ്റർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. സോ ഹെൻറി പെർ മീറ്റർ ആണ്. സോ 4π into 10⁻³ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഓപ്ഷൻ വരുന്നത്. 4π into 10⁻³ ഹെൻറി പെർ മീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഇതും KCB യുടെ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് H ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് H ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏതായിരിക്കും? കറണ്ട്. നമ്മൾ DHന്റെ ഒരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. DH ഈസ് പ്രപ്പോർഷണൽ ടു എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പം കറന്റ്ലി ഹോൾ വാല്യൂസ് ഓർക്കുന്നില്ല. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് DH എന്നൊക്കെ പറഞ്ഞ്. അതിനകത്ത് കറണ്ട് വരുന്നുണ്ട്, പെർമിബിലിറ്റി വരുന്നുണ്ട്, കറണ്ട് വരുന്നുണ്ട്. ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താ? ഡിസ്റ്റൻസിനെ അവൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ. ഡിസ്റ്റൻസിനെ അവൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. ബി ആണ് ഓപ്ഷൻ വരുന്നത്. സോ ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തോളൂ. നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ പഠിച്ചതാണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തോളൂ. ഓക്കെ, ഡി ആണ് നമുക്ക് ഓപ്ഷൻ വരുന്നത്. അഗൈൻ എയിലെ ചോദ്യമാണ്. Magnetic potential difference in magnetic circuit is magnetic potential difference MMF. Magnetic motive force, magnetomotive force. MMF നമുക്ക് വിളിക്കാം. In magnetic circuit is H/L, P into L, H into L, BL into H. ഏതാണ് MMF എന്ന് വിളിക്കുന്നത്? H into L നെയാണ് നമ്മൾ ഇന്റൻസിറ്റി ഇൻറ്റു ലെങ്തിനെയാണ് നമ്മൾ MMF എന്ന് വിളിക്കുന്നത്. H into L ആണ് MMFന്റെ ഇക്വേഷൻ. ഓക്കെ, ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങളും ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് Hന്റെയും Lന്റെയും ഡയറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് തരും. അതിനുശേഷം MMF കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ബട്ട് സിമ്പിൾ ഇക്വേഷൻ ആയിരിക്കും. സിമ്പിൾ H into L എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. H into L ആണ് MMFന്റെ ഇക്വേഷൻ. Conductance in electrical circuit is analog to what in magnetic circuit? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ഒരു തരത്തിലുള്ള ഈ അനലോഗസ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലും ഞാൻ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ എപ്പോഴും പറയാറുള്ളതാണ്. മാഗ്നറ്റോസ്റ്റാറ്റിക്സും ഇലക്ട്രോസ്റ്റാറ്റിക്സും കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. എന്താണ് പെർമിറ്റിവിറ്റി, പെർമിബിലിറ്റി, കറണ്ട്, ഫ്ലക്സ്, വോൾട്ടേജ്, MMF, ദെൻ കണ്ടക്ടൻസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാഷ് ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അങ്ങനത്തെ ഉള്ള കാര്യം, ഫ്ലക്സ്, കറണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് തന്നെ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബിക്കോസ് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് എക്സാംസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സ്റ്റേറ്റിന്റെ ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെങ്കിലും എക്സാംസിനൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് അനലോഗസ് ടു വാട്ട് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട്. എന്താണ്? പെർമിയൻസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് കണ്ടക്ടൻസിന് അനലോഗ് ആയിട്ട് വരുന്നത്. പെർമിയൻസ് ആണ് നമുക്ക് അനലോഗ് ആയിട്ട് വരുന്നത്. സോ ഒരു ഓരോന്നിന്റെയും കൃത്യമായിട്ട് അനലോഗസ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നിങ്ങൾ ഒരു ടാബ്ലർ കോളത്തിൽ എഴുതി പഠിച്ചു വെക്കണം. സോ കണ്ടക്ടൻസിന് ഈക്വലൻസ് വരുന്നത് പെർമിയൻസ് ആണ്. Electric flux from closed surface is equal to electric flux from a closed surface is equal to 0 volume charge density, total charge enclosed, surface charge density. എയിലെ ചോദ്യമായിരുന്നു. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വരുന്നത് 0 ആണ്. അല്ല, ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ബോഡി. അഗെയിൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഗോസസ് ലോ. ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് from a closed surface is equal to total charge enclosed by a body എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. മാത്തമാറ്റിക്കലി ഡൈവർജൻസ് ഓഫ് എ ഡി എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റോ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി ആണ്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഗോസസ് ലോ ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്നത്. ഫാരഡേസ് ലോ.
EMF induced when അതറിയാവുന്നതാണല്ലോ perpendicular to flux, in magnetic flux, cut flux, move parallel to flux, cut the flux. അത് നിങ്ങൾക്ക് അറിയാം, സിമ്പിൾ ചോദ്യം. EMF in coil of N turns is ഇതും ബേസിക് ഇലക്ട്രിക്കൽ ചോദ്യം. ഓക്കെ, EMF in a coil of N turns എന്തായിരിക്കും? d5/dt dn5/dt minus dn5/dt dn5/dt സ്ക്വയർ. ഏതാണ് ഓപ്ഷൻ വരുന്നത്? മൈനസ് dn5/dt അല്ലെങ്കിൽ n d5/dt എന്ന് പറയാൻ സാധിക്കും. ഫാരഡേസിന്റെ ഫസ്റ്റ് ലോ ആണ് d5/dt. നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ n d5/dt ആണ് വരുന്നത്. ലെൻസസ് ലോ പ്രകാരം നമ്മൾ ഡയറക്ഷനും കൂടെ കൊടുത്തു, മൈനസും കൂടെ കൊടുത്തു അല്ലെ. സോ മൈനസ് n d5/dt അറിയാവുന്ന കാര്യമുള്ള സി ആണ് ഓപ്ഷൻ വരുന്നത്. യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എഗെയിൻ എയുടെ ചോദ്യമാണ്. ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, വെബർ ആണ് വരുന്നത്. ആംപിയർ ടേൺസ് എന്താണെന്ന് അറിയാം, ടെസ്ല അറിയാം, കൂടെ അറിയാം. Electrostatic energy per unit volume is electrostatic energy per unit volume. Electrostatic energy per unit volume എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എനർജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലോട്ട് ഒരു ഹാഫിന്റെ പാരാമീറ്റർ ആയിരിക്കും വരുന്നത് അല്ലെ. നമുക്ക് എന്തൊക്കെയാണുള്ളത്? എനർജി സ്റ്റോർ എന്ന് പറയുന്ന ഇൻഡക്ടർ ഹാഫ് LI സ്ക്വയർ, കപ്പാസിറ്റർ ആകുമ്പോൾ ഹാഫ് CV സ്ക്വയർ. ഇതിന് അനലോഗ് ആയിട്ടിരിക്കുന്നത് ഇത് രണ്ടുമല്ല. ദെൻ വരുന്നത് ഇതാണ് ഹാഫ് എപ്സിലോൺ ഇൻറ്റു ഇ സ്ക്വയർ എന്ന് പറയാൻ സാധിക്കും അല്ലെ. സോ ഓപ്ഷൻ വരുന്നത് ബി ആണ് വരുന്നത്, ഹാഫ് എപ്സിലോൺ ഇൻറ്റു ഇ സ്ക്വയർ. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആണ് വരുന്നത്, ഓർത്തു വെക്കുക. കണ്ടീഷൻ ഫോർ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ്, ഇതും ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അഗെയിൻ KCB ആണ്. ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0 ആണോ, ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ ആണോ, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0, ഡെൽ ക്രോസ് ഡി ഈക്വൽ ടു 0, ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0 എന്ന് നമ്മൾ അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ ഇത് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതൊരു ഗോസസ് ലോയുടെ കണ്ടീഷനാണ്, ഒരിക്കലും ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡിന്റെ കണ്ടീഷൻ അല്ല. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0, ഡെൽ ഡോട്ട് 0 ഡി ഈക്വൽ ടു 0 ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. പിന്നെ പഠിച്ചിരിക്കുന്നത് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെയായിരുന്നു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ആൻഡ് വിക്ക് മുന്നേ ആണെന്ന് തോന്നുന്നു. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇൻഫറൻസ് ആയിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്തത് എന്തായിരുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറൊട്ടേഷനിലാണ്. അതായത് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആണ് എന്നുണ്ടെങ്കിൽ ഇറൊട്ടേഷനിലാണ്. ബേസിക്കലി കേൾ എന്ന് പറയുന്നത് ഒരു റൊട്ടേഷണൽ വെക്ടർ എന്നാണ് നമ്മൾ കേളിനെ പറ്റി വെക്ടർ കാൽക്കുലസി പഠിച്ചിരിക്കുന്നത് അല്ലെ. കേൾ എന്ന് പറയുന്നത് തന്നെ റൊട്ടേഷണൽ വെക്ടർ ആണ്. അപ്പോ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത് എന്താ? അത് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഒരു 0 വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ? അത് ഇറൊട്ടേഷനിലായിരിക്കും, അത് റൊട്ടേറ്റ് ചെയ്യാത്ത വെക്ടർ ആണ്, അതൊരു ഇറൊട്ടേഷനിലായിരിക്കും. അല്ല എന്നെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് ആണ് വിളിക്കുന്നത്. ഇറൊട്ടേഷൻ അല്ലെങ്കിൽ കൺസർവേറ്റീവ് എന്ന് വിളിക്കാൻ സാധിക്കും. സോ ഇതിന്റെ കണ്ടീഷൻ എന്ന് ഐ മീൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെൽ ക്രോസ് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് എ ഇറൊട്ടേഷണൽ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഓർത്ത് വെക്കുക. ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇത് ഗോസ് ലോ ആണെന്ന് ഓർക്കുക, തിരിഞ്ഞു പോകരുത്. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ കണ്ടീഷൻ പറയുന്നത് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അത് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഇറൊട്ടേഷൻ എന്ന് പറയുന്ന കണ്ടീഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്നത്. ട്രാൻസ്മിഷൻ ലൈൻ അത് വേറെ ടോപ്പിക്കാണ്. ഓക്കെ, ഇതും വേറൊരു ടോപ്പിക്കാണ് വരുന്നത്, ട്രാൻസ്മിഷൻ ലൈൻ ആണ്. ഓക്കെ, അഗൈൻ ഇതൊരു സബ് എഞ്ചിനീയറിന്റെ എക്സാം, സബ് എഞ്ചിനീയറിംഗിന്റെ എക്സാം ആയിരുന്നു. 2021 നടന്ന KCB സബിന്റെ എക്സാം ആയിരുന്നു. അതിൽ വന്ന ചോദ്യമാണ്. If a dielectric slab of thickness 6 mm and relative permittivity 5 is inserted between the plates of an air capacitor with plate separation of 8 millimeter, its capacitance is രണ്ട് പ്ലേറ്റ്, അതിന്റെ ഇടയിലോട്ട് ഒരു ഡയലക്ട്രിക് കയറ്റി വെച്ചു. അതിന്റെ ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 8 ആയിരുന്നു അല്ലെ. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 6 ആണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി തന്നിട്ടുണ്ട്, 5 എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ കപ്പാസിറ്റൻസിനെ പറ്റിയാണ് നമുക്ക് ചോദിക്കുന്നത്. അതിന്റെ കപ്പാസിറ്റൻസ് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്.
കപ്പാസിറ്റൻസ് വാല്യൂ അല്ല, ഇൻക്രീസ്, ഡിക്രീസ്ഡ്, ഓൾമോസ്റ്റ് ഹാഫ് ഓർ അൺഎഫക്റ്റഡ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്. ഇങ്ങനൊരു തിക്നെസ്സിൽ ഇങ്ങനൊരു സംഭവം കൂട്ടുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോ എന്തായിരിക്കും വരിക? നമുക്ക് തിക്നെസ് എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൈഇലക്ട്രിക്കിന്റെ തിക്നെസ് എത്രയാ? നമുക്ക് ടി എന്ന് എടുക്കുകയാണ്. ബാക്കി എയറിന്റെ തിക്നെസ് എത്രയാണ് വന്നിരിക്കുന്നത്? ഡി മൈനസ് ടി ആണ് വന്നിരിക്കുന്നത്, അല്ലെ? ഡി മൈനസ് ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ ഇത്രയാണ് നമ്മുടെ ഡൈഇലക്ട്രിക്കിന്റെ തിക്നെസ് വന്നിരിക്കുന്നത്. സോ മിച്ചം എയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ മാത്രമാണ് എയറിന്റെ തിക്നെസ് വന്നിരിക്കുന്നത്. സോ ഡി മൈനസ് ടി നമുക്ക് എടുക്കാൻ സാധിക്കും. സോ അതിന്റെ രണ്ടിന്റെ തിക്നെസ് നമ്മൾ എടുത്തു. സോ നോർമൽ എയർ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ എത്ര നമുക്കറിയാം? എപ്സിലോൺ നോട്ട് എ ബൈ ഡി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും, അല്ലെ? എനിക്ക് പക്ഷെ പുതിയ ആ ഒരു കപ്പാസിറ്റർ കോമ്പിനേഷന്റെ സംഭവം എനിക്ക് വേണം. ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോഴേക്ക് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നത് രണ്ട് കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്തിയിരിക്കുക. അതെ, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഇതൊരു കപ്പാസിറ്റൻസ് രണ്ടും കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു എന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് ഞാൻ എത്തിയേക്കാണ്. അതിനുശേഷം ഒരു രണ്ട് സീരീസ് കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കില്ല, അതിന്റെ ഈക്വലൻ കപ്പാസിറ്റൻസ് ഞാൻ കൺസിഡർ ചെയ്യുക. 1/c is equal to t by epsilon r epsilon naught into a plus d minus t. ഇത് എയറിന്റെ തിക്നെസ് ഡിവൈഡഡ് ബൈ epsilon naught a. ദാറ്റ് മീൻസ് ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നു. ഇത് നോർമൽ നമ്മുടെ ഡയലക്ട്രിക് മീഡിയത്തിന്റെയും ഇത് എയറിന്റെയും. സോ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴേക്ക് എനിക്ക് കിട്ടും epsilon naught a ഡിവൈഡഡ് ബൈ ടി ഡിവൈഡ് ബൈ എപ്സിലോൺ ആർ പ്ലസ് ഡി മൈനസ് ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും. സോ ഞാൻ അതിനെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എപ്സിലോൺ നോട്ട് എ ഡിവൈഡ് ബൈ നമുക്ക് ടി തന്നിട്ടുണ്ട് 6 ആൻഡ് എപ്സിലോൺ നോട്ട് ആർ തന്നിട്ടുണ്ട് 5 പ്ലസ് 2 into 10⁻³ that is equal to ഈ ഒരു വാല്യൂ എപ്സിലോൺ നോട്ട് എ ഡിവൈഡ് ബൈ 3.2 into 10⁻³ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സോ എപ്സിലോൺ നോട്ട് എ ഡിവൈഡ് ബൈ 3.2 എന്നൊരു വാല്യൂ കിട്ടി. പുതിയ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ഇനീഷ്യൽ കപ്പാസിറ്റൻസ് ഉണ്ടായിരുന്നു എപ്സിലോൺ എ ഡിവൈഡ് ബൈ ഡി എന്ന് പറയുന്ന പഴയ കപ്പാസിറ്റൻസ് എന്റെ കയ്യിലുണ്ട്, അല്ലെ? അപ്പൊ ഞാൻ അതിന്റെ റേഷ്യോ എടുക്കുകയാണ്. സി ഈക്വലന്റ് എന്ന് പറയുന്നത് സി ഈക്വലന്റ് ഡിവൈഡ് ബൈ സി നോട്ട്. സി ഈക്വലന്റ് എന്ന് പറയുന്ന പുതിയ കോമ്പിനേഷനും സി നോട്ട് എന്ന് പറയുന്ന പഴയ കോമ്പിനേഷനും രണ്ടിന്റെ റേഷ്യോ എടുക്കുമ്പോഴേക്കും എനിക്ക് കിട്ടും ദാറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്. സോ 2.5 ദാറ്റ് ഈസ് സി ഈക്വലന്റ് ഈസ് ഈക്വൽ ടു 2.5 ടൈംസ് ഓഫ് സി നോട്ട്. സി ഈക്വലന്റ് ഈസ് ഈക്വൽ ടു 2.5 ടൈംസ് ഓഫ് സി നോട്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ദാറ്റ് മീൻസ് പുതിയ ഒരു കോമ്പിനേഷൻ വന്നപ്പോഴേക്കും കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ആണ് ചെയ്തത്. സോ ഓപ്ഷൻ എ ആണ് പുതിയ കോമ്പിനേഷൻ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ആണ് നടന്നത്. അല്ലെങ്കിൽ തന്നെ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക, ഒരു എയർ കപ്പാസിറ്ററിന്റെ നടുവിലേക്ക് ഒരു ഡയലക്ട്രിക് മീഡിയം കൊണ്ടുവെക്കുമ്പോൾ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്തു എന്ന് തന്നെ മനസ്സിലാക്കി വെക്കുക. സപ്പോസ് എത്ര മടങ്ങ് ഇൻക്രീസ് ആയെന്ന് ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു 2.5 ടൈംസ് എഴുതാം. നേരെ മറിച്ച് ഡയറക്റ്റ് ചോദ്യമാണ് ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ അൺഎഫക്റ്റഡ് ആണെന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു മീഡിയം കയറ്റി വെക്കുകയാണെങ്കിൽ സീരീസ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് കയറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇൻക്രീസ്ഡ് ആണ് ഓപ്ഷൻ വരുന്നത്. ഡയറക്ട്ലി ഇത്രയും ചെയ്തു നോക്കേണ്ട കാര്യമില്ല. ഈ ഒരു കോമ്പിനേഷനിലേക്കാണ് വരുന്നതെങ്കിൽ ഡയറക്ട്ലി ഇൻക്രീസ്ഡ് എന്നും ബബിൾ ചെയ്യാൻ. നേരെ മറിച്ച് എത്ര മടങ്ങാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത്ര നല്ലത്. ഇല്ലെങ്കിൽ വിത്തിൻ ഒരു 15 സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് എത്താൻ സാധിക്കുമെങ്കിൽ ഈ ഒരു 2.5 ടൈംസിലോട്ട് നിങ്ങൾ ഡിറൈവ് ചെയ്ത് നിങ്ങൾ എത്തുക. ഓക്കെ, ബെറ്റർ ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, യൂഷ്വലി അങ്ങനെ എത്ര മടങ്ങെന്ന് ചോദിച്ചു കണ്ടിട്ടില്ല. ഇൻക്രീസ് ഡിക്രീസ് എന്ന് മാത്രമാണ് PSC ലെവലിൽ ചോദ്യം കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു സാദിഖുവിന്റെ ഒക്കെ ടെക്സ്റ്റിൽ ഡയറക്റ്റ്ലി ആയിട്ട് പ്രോബ്ലം കിടക്കുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു ഇത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഇൻക്രീസ്ഡ് ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, എപിയുടെ ചോദ്യമാണ്. A capacitor that stores a charge of 0.2 coulomb at 10 volt has the capacitance of. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എപിയുടെ ചോദ്യമായിരുന്നു. ഒരു കപ്പാസിറ്റർ സ്റ്റോർസ് ചാർജ് 2 coulomb ആണ് ചാർജ് ആൻഡ് 10 volt. വാട്ട്സ് ദ കപ്പാസിറ്റൻസ് വാല്യൂ? കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. Q എന്ന് പറയുന്നത് 0.2 coulomb തന്നിട്ടുണ്ട്. V എന്ന് പറയുന്നത് 10 volt ഉണ്ട്. എന്താണ്? C is equal to Q by V. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. C is equal to
Q by V. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. Q by V, that means 0.2 divided by 10, 0.02 farad. 0.02 farad. അപ്പം ഇതിനകത്ത് ചോദിക്കാൻ മറ്റൊരു തരത്തിലാണെങ്കിൽ വോൾട്ടേജ് ഡബിൾ ചെയ്ത് Q ഹാഫ് ആവുന്നു, അല്ലെങ്കിൽ Q മാത്രം ഡബിൾ ചെയ്യുന്നു, അല്ലെങ്കിൽ Q മാത്രം ഹാഫ് ആവുന്നു, അല്ലെങ്കിൽ രണ്ടും ഒരെണ്ണം കൂടുകയും ഒരെണ്ണം കുറയുകയും ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് സിക്ക് സംഭവിക്കുക എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ പല എക്സാംസിനും കണ്ടിട്ടുണ്ട്. ഇപ്പം ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. C Q by V യുടെ കോമ്പിനേഷൻ വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അത് പല എക്സാംസിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, C Q by V എന്ന് പറയുന്ന ഇക്വേഷൻ മനസ്സിലുണ്ടാവുക. 200 microfarad capacitors, one charged, one uncharged, are connected in parallel. What will be the final voltage of combination? 100 microfarad capacitor, 100 microfarad capacitor ആണ്. ഒരെണ്ണം ചാർജ് ചെയ്തിരിക്കുകയാണ്, other uncharged ആണ്, are connected in parallel. What will be the final voltage of combination? ഇനീഷ്യൽ ചാർജിന് അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജിന് ഞാൻ 10 വോൾട്ട് എന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. ഇതിപ്പോ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ആയിരുന്നോ എനിക്ക് ഓർമ്മയില്ല. ഒരു 10 വോൾട്ട് എന്ന് ഞാൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, 200 മൈക്രോഫാരഡ് ആണ് കപ്പാസിറ്റർ, 10 വോൾട്ട് സോഴ്സ് ഉണ്ട്, രണ്ട് പാരലി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. വാട്ട് വിൽ ബി ദ ഫൈനൽ വോൾട്ടേജ് ഓഫ് ദ കോമ്പിനേഷൻ? ഇതിന്റെ ഫൈനൽ വോൾട്ടേജ് എന്താണ് നമ്മുടെ ചോദ്യം. സോ ഇനീഷ്യൽ ചാർജിന് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ടോട്ടൽ Q എന്ന് പറയുന്നത് Q1 plus Q2 ആണ്. രണ്ട് കപ്പാസിറ്റർ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. ഇങ്ങനെ രണ്ടെണ്ണം പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു സോഴ്സിലേക്ക്. സോ Q1 എന്ന് പറയുന്നത് Q1 plus Q2 ആണ്. Q എന്ന് പറയുന്നത് C into V നമുക്ക് എഴുതാൻ സാധിക്കും അല്ലെ. C1 into V1 പ്ലസ് സെക്കൻഡ് അൺചാർജ് ആണ്. സോ 0 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. C എന്ന് പറയുന്നത് 100 നമുക്ക് അറിയാം. സോ C into 100 into 10 raised to minus 6 into 10 plus 0, that is 1 into 10 raised to minus 3 കൂളംബ് ആണ് ടോട്ടൽ ഹോൾഡ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഫൈനൽ വോൾട്ടേജ് ആണ് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം C is equal to Q by V. So V is equal to Q by C. Q total divided by C equivalent അല്ലെ. സോ ഫൈനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് C is equal to Q by V ആണ്. So V is equal to Q divided by C. Q എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ C എന്ന് പറയുന്നത് ടോട്ടൽ കപ്പാസിറ്റൻസ്. ടോട്ടൽ കപ്പാസിറ്റൻസ് എന്താ? പാരലൽ ആണ്, അതുകൊണ്ട് തന്നെ C1 plus C2 ആണ്. ദാറ്റ് ഈസ് 200 മൈക്രോഫാരഡ്. Q എന്ന് ടോട്ടൽ Q നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 1 into 10 raised to minus 3 കൂളംബ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സോ 1 into 10 raised to minus 3 ഡിവൈഡഡ് ബൈ 200 into 10 raised to minus 6, ദാറ്റ് ഈസ് 5 വോൾട്ട് ആയിരിക്കും നമ്മുടെ ഫൈനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. 5 വോൾട്ട് A ആണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. 5 വോൾട്ട് ആണ് ഓപ്ഷൻ ആൻസർ വരിക. സോ 5 വോൾട്ട്. സോ C is equal to Q by V എന്ന് പറയുന്ന ഇക്വേഷന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, സോ ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ഈക്വലന്റ് കപ്പാസിറ്റൻസ് 5 വോൾട്ട് ആണ് ആൻസർ വരിക. ഓക്കെ, ഇത് ബേസിക് ഇലക്ട്രിക്കൽ ആണ്. ബേസിക് ഇലക്ട്രിക്കൽ. ഓക്കെ, PWD ആൻഡ് ഇറിഗേഷൻ. PWD ഇറിഗേഷന്റെ എയിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. 2022 or 2023 നടന്ന എക്സാം ആണ്. Net electric flux through any closed surface equals the amount of charge enclosed. This is കുറെ നാൾ പറഞ്ഞതാണ്. ഏതാണ്? ഗോസ് ലോ ആണ്. ഗോസ് ലോയുടെ ഡെഫിനിഷൻ ആണ് നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈക്വൽസ് ദ എമൗണ്ട് ഓഫ് ചാർജ് എൻക്ലോസ്. ഗോസ് ലോ ആണ്. കുളംസ് ലോ നമുക്കറിയാം F കണ്ടെത്താൻ. മാക്സ്വെൽ സെക്കൻഡ് ലോ അറിയാം ഡെൽ ക്രോസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഫ്രം എന്തായിരുന്നു കൺസർവേറ്റീവ് നേച്ചർ ഓഫ് electrostatic field. മാക്സ്വെൽ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫ്രം ഗോസസ് ലോ ഡെൽ ഡോട്ട് E ഈക്വൽ ടു റോ. അങ്ങനെ ചോദ്യം ഗേറ്റ് എക്സാമിന് ഞാൻ കണ്ടിട്ടുണ്ട്, കേരള PSC ഞാൻ കണ്ടിട്ടില്ല. അതായത് മാക്സ്വെൽസിന്റെ ഓരോ ഇക്വേഷനും ഫ്രം വേർ എന്നുള്ള ചോദ്യം ഗേറ്റ് എക്സാമിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻ പണ്ടൊക്കെ. അപ്പോൾ ഓർത്ത് വെക്കുക, മാക്സ്വെൽസിന്റെ ഓരോ ഇക്വേഷനും എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ നിന്നൊക്കെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗോസസ് ലോ, സെക്കൻഡ് ലോ എന്ന് പറയുന്നത് മറ്റേ ഡെൽ ക്രോസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കൺസർവേറ്റീവ് നേച്ചർ, തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് ആംബിയർ സർക്യൂട്ടൽ ലോ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് നോൺ എക്സിസ്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് മോണോപോൾ. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. What is the value of total electric flux coming out of the closed surface? അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. എഗെയിൻ PWD എക്ക് റെപ്പിറ്റേറ്റീവ് ആയിട്ട് വന്ന ചോദ്യമാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു KCBക്ക് കണ്ടത് ചോദിച്ചിട്ടുള്ളത്. എഗെയിൻ റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. ഇത് സബ് എഞ്ചിനീയറിന്റെ ചോദ്യമാണ്.
two similar electric charges of 1 coulomb each are placed 1 meter apart in air. Force of repulsion between them would be two similar charges. 1 coulomb one coulomb charge 1 meter ഗ്യാപ്പിൽ വെച്ചിരിക്കുകയാണ്. ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കണ്ടെത്തുക, അതാണ് നമ്മുടെ ചോദ്യം. Q1 Q2 ഈക്വൽ ടു 1 coulomb, R is equal to 1 m 1 meter, 1/4πε0 നമുക്കറിയാം, 9 × 10⁹9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ per coulomb നമുക്ക് വാല്യൂ നമുക്കറിയാം. സോ എഫ് കണ്ടെത്താം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്. 9 × 10⁹9 into 1 into 1 divided by 1 square, that is 9 into 10⁹9 Newton. So option B ആണ് നമുക്ക് ഓപ്ഷൻ വരുന്നത്. സോ 9 into 10⁹9 10⁹9 Newton ആണ് വരുന്നത്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് Coulomb's law ആണ് വരുന്നത്. സബ് ആണ്. ഇഫ് എ ഡയലക്ട്രിക് സ്ലാബ് ഓഫ് തിക്നെസ്, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതും നമ്മൾ നേരത്തെ ചെയ്തതാണ് സബില്. ഓക്കെ, പെർമിബിലിറ്റി ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട് കറസ്പോണ്ട്സ് ടു ഡാഷ് ഇൻ എൻ ഇലക്ട്രിക് സർക്യൂട്ട്. പെർമിബിലിറ്റി നമ്മൾ നേരത്തെ കണ്ടക്ടൻസ് ചോദിച്ചില്ലായിരുന്നു, അത് AP-ലോ AE-ലോ എങ്ങോട്ട് ചോദ്യം വന്നതായിരുന്നു. ഇത് 2023 സബില് ചോദിച്ച ചോദ്യമായിരുന്നു. പെർമിബിലിറ്റി ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് പറഞ്ഞ പോലെ തന്നെ ആ ഒരു കോളത്തിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. പെർമിബിലിറ്റി ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് കറസ്പോണ്ട്സ് ടു ഡാഷ് ഇൻ എ ഇലക്ട്രിക് സർക്യൂട്ട്. പെർമിബിലിറ്റിക്ക് കറസ്പോണ്ടിങ് ആയി കണ്ടക്ടിവിറ്റി ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. എഗെയിൻ നമുക്ക് ആ ഒരു സെയിം സാധനത്തിന് ചോദ്യമാണ്. ലിഫ്റ്റിംഗ് പവർ ഓഫ് മാഗ്നറ്റിക് നമുക്ക് വരുന്നതല്ല. ഓക്കെ, ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ് സർഫസ് സറൗണ്ടിങ് ചാർജ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ എമൗണ്ട് ചാർജ് എൻക്ലോസ്. എഗെയിൻ AE PWD ഇറിഗേഷനിലെ AE-യുടെ ചോദ്യമായിരുന്നു. നമുക്കറിയാം, ഗോസസ് ലോ ആണ്. A long two-wire line composed of solid round conductor of radius 0.25 in and spacing 1 meter. Okay, meter. If the spacing is doubled and inductance per unit length, in spacing double ചെയ്യുമ്പോൾ എന്താണ് ഇൻഡക്ടൻസ് എന്നാണ് നമ്മുടെ ചോദ്യം. സോറി, അത് എന്റെ സൊല്യൂഷൻ ഇട്ടിട്ടില്ല. ഓക്കെ, അത് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ബേസിക് ഇലക്ട്രിക്കലായതുകൊണ്ട് സ്കിപ്പ് ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സോളിനോയിഡ് ബേസിക് ഇലക്ട്രിക്കലാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എനർജി സ്റ്റോർഡിന്റെ ചോദ്യമാണ്. ഇത് ലെക്ചർ 2016 പോളി ലെക്ചറിന്റെ ചോദ്യമായിരുന്നു. എനർജി സ്റ്റോർഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ് ക്യാരിങ് 10 amps in 1 joule. ഓക്കെ, എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത് 1 joule ആണ്. കറണ്ട് എന്ന് പറയുന്നത് 10 amps ആണ്. If the number of turns is doubled, number of turns double ചെയ്തു അല്ലെ, ടേൺസ് ഡബിൾ ചെയ്തു, ആൻഡ് കറണ്ട് ഹാഫ് ആക്കി, then the energy stored ആണ് ചോദ്യം. എനർജി സ്റ്റോർഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, ആണ് നമ്മുടെ ചോദ്യം. ഇതിനകത്ത് കോൺസെപ്റ്റ് എന്താ വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്തു, ഹാഫ് ആക്കി. അങ്ങനെയാകുമ്പോൾ എനർജി സ്റ്റോർഡ് എന്താണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം, എനർജി സ്റ്റോർഡിനെ ഇൻഡക്ടർ എന്ന് വിളിക്കുന്നത് ഹാഫ് LI² ആണെന്ന് അറിയാം അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലിന്റെ ഇക്വേഷൻ എന്താ? μ0 × n²A / L. നമുക്ക് അത് നമ്മൾ പഠിച്ചു, ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ. That means L is directly proportional to n². L is directly proportional to n² നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. സോ നമുക്ക് ഈ ഒരു എനർജി സ്റ്റോർഡ് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? U is proportional to L എന്ന് പറയുന്നത് n² ആണ്. സോ U is proportional to n² × I². അതായത് നമുക്ക് ചോദിച്ചിരിക്കുന്ന നമ്പർ ഓഫ് ടേൺസും കറണ്ടും ആണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ എനർജി സ്റ്റോർഡിനെ ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് ആൻഡ് കറണ്ടിലേക്ക് ഞാൻ മാറ്റി. സോ എനർജി സ്റ്റോർഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു n² × I² എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. സോ എന്താണ്, എങ്ങനെയാണ് വന്നിരിക്കുന്നത്? n-നെ ഡബിൾ ആക്കി. സോ 2 × n² × I-നെ ഹാഫ് ആക്കി, I/2 ഹോൾ സ്ക്വയർ. എഫക്റ്റീവ്ലി എന്താ സംഭവിക്കുന്നത്? 4n² × I²/4. സോ 4 ക്യാൻസൽ ആയി, n² × I² തന്നെയാണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആക്കുകയും കറണ്ട് കുറയ്ക്കുകയും ചെയ്യുമ്പോഴേക്കും പഴയ ചാർജ് തന്നെയാണ് വരുന്നത്. 1 ജൂൾ തന്നെയായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലെ. സോ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് U is proportional to n² × I² തന്നെയാണ് വരുന്നത്. സോ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആക്കുകയും I എന്ന് പറയുന്ന ഹാഫ് ആക്കുമ്പോഴേക്കും ചെയ്യുമ്പോഴേക്കും റിസൾട്ടന്റ് എന്ന് പറയുന്നത് മ്യൂച്വലി ക്യാൻസൽ ചെയ്ത് പോയിട്ട് പഴയ എനർജി സ്റ്റോർ തന്നെയായിരിക്കും വരിക. സോ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. U is proportional to n² × I² എന്ന് പറയുന്ന കണ്ടീഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സോ ഓപ്ഷൻ വരുന്ന A ആണ്, 1 ജൂൾ ആണ് നമുക്ക് വരുന്നത്. 2 ഇൻഡക്ടേഴ്സ്, എഗെയിൻ പോളി ചോദ്യമാണ്.
two inductors of 1 Henry each are coupled together. What is the maximum mutual inductance? Maximum mutual inductance ആണ് ചോദിക്കുന്നത്. ബേസിക്കലി ചോദ്യമാണ്. So mutual inductance അറിയാം, M is equal to K into root of L1 into L2. Two inductors and the value 1 Henry തന്നിട്ടുണ്ട്, which is coupled together. What is the maximum mutual inductance? Maximum mutual inductance ഇട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. സോ റൂട്ട് ഓഫ് 1 into 1 ആണ് വരുന്നത്. സോ ഈ ഒരു K എന്ന് പറയുന്നത് 1 ആകുമ്പോഴേക്കും 1 Henry ആയിരിക്കും നമുക്ക് വരിക. നേരെ മറിച്ച് പകുതി ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ കുറഞ്ഞു പോയാണ്. സോ മാക്സിമം മ്യൂച്വൽ ഇൻഡക്ടൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ K1 ആയിരിക്കണം. സോ മാക്സിമം കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 Henry ആയിരിക്കും. സോ 1 Henry ആണ് നമുക്ക് B ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എയുടെ ചോദ്യമാണ് PWD 2023. A parallel plate capacitor has 15 microfarad capacitance. The plate dimensions are and distance are double. Dimension distance double ആക്കി. What is the new capacitance value? Parallel plate capacitor ആണ് 15 microfarad ആണ് വരുന്നത്. ഡയമെൻഷൻസ് ഡബിൾ ചെയ്തു. എപ്സിലോൺ A by D. അപ്പോൾ A എന്ന് പറയുന്നത് 4 ടൈംസ് ആവും അല്ലെ. ഡയമെൻഷൻ ചേഞ്ച് ഡബിൾ ആക്കുമ്പോഴേക്കും ലെങ്ത് ടു ബ്രെഡ്ത്ത് വരും. സോ 4 ടൈംസ് ഓഫ് A വരും. ആൻഡ് D എന്ന് പറയുന്നത് ഡബിൾ ആക്കി, ഡിസ്റ്റൻസ് ഡബിൾ ആക്കി 2D ആക്കി അല്ലെ. സോ പുതിയ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ട് ഇൻറ്റു 4 into A divided by 2 into D. ദാറ്റ് മീൻസ് 2 into epsilon naught A by D. A by D, epsilon naught A by D എന്ന് പറയുന്നത് പഴയ കപ്പാസിറ്റൻസ് ആണ് അല്ലെ, നോർമൽ കപ്പാസിറ്റൻസ്. 2 into epsilon naught A divided by D, that means 2 into C1, അതായത് 2 into പഴയ കപ്പാസിറ്റൻസ്. സോ 2 into പഴയ കപ്പാസിറ്റൻസ് 15 ആണ് തന്നിരിക്കുന്നത്. സോ 30 മൈക്രോഫാരഡ്. D ആണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, സോ epsilon naught A by D എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ 4A divided by 2D എന്നാവും. സോ 2 into കപ്പാസിറ്റൻസ് എന്നാണ് വരുന്നത്. സോ 30 ഇക്വേഷൻ ആയിട്ട് ഈ കോസ് തീറ്റയാണ് എ ഡോട്ട് ഇയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ കോസ് തീറ്റ എപ്പോഴാണ് 0 ആവുന്നത്? 90 ഡിഗ്രി ആകുമ്പോൾ. ദാറ്റ് മീൻസ് എയും ഇയും പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് ബി ആണ് ഓപ്ഷൻ വരുന്നത്. പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് 0 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് വരുന്നത്. ഓപ്ഷൻ പെർപെൻഡിക്കുലർ ഈ പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ കിട്ടുന്നത്. ബിക്കോസ് എ ഡോട്ട് ഇ എന്ന് പറയുന്നത് എ ഇ കോസ് തീറ്റയാണ്. Again, the net flux, again, പോളിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുളം ഗോസ് ലോ എന്ന ക്വസ്റ്റ്യൻ, എ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ് സർഫസ്, ഗോസ് ലോ നമ്മൾ കുറെ പറഞ്ഞതാണ്. ദ യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി, ഞാൻ പണ്ട് പറഞ്ഞ എല്ലാ യൂണിറ്റും പഠിച്ചു വെക്കണം. യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഫാരഡ്സ് പെർ മീറ്റർ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എയർ, അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത് എന്താ? 8.854 into 10 - 12 ഫാരഡ്സ് പെർ മീറ്റർ ആണ് വരുന്നത്. സോ എ ആണ് നമുക്ക് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, സോ ഇത്ര ഒരു 43 സ്കിപ്പ് ചെയ്തിട്ട് 40ഓളം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ചോദ്യമായിരുന്നു. അപ്പോൾ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്തപ്പോൾ കുറച്ചും കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് റെക്കോർഡ് സെഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തപ്പോൾ നമ്മുടെ സിലബസിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഈ ഒരു ലെവലിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു എയുടെ എക്സാമിനും ഈ ഒരു ലെവലിൽ തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരിക. മേ ബി കുറച്ച് ന്യൂമറിക്കൽ ആയിട്ടുള്ള കണ്ടന്റ് കൂടിയാൽ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു 50% നമ്മുടെ ഈ ഒരു മോഡലിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് തന്നെ പഠിക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പം 1-2 ക്വസ്റ്റ്യൻസ്, ഒരു മേ ബി ഒരു 1-2 ക്വസ്റ്റ്യൻസ് മറ്റേ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ താഴെയുള്ള വേവ് പ്രൊപ്പഗേഷൻ എന്നുള്ള പോർഷനിൽ നിന്നായിരിക്കും അഡീഷണൽ വരുന്നത്. ബാക്കി ഒരു 70%ഓളം ക്വസ്റ്റ്യൻസും ഈ പറയുന്ന ബാക്കി ഇലക്ട്രോസ്റ്റാറ്റിക്സ് നിന്നും മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നിന്നും മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആയിരുന്നു ഈ ഒരു ലെവലിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും മോസ്റ്റ്ലി വരിക. ഒരു 90% അല്ലെങ്കിൽ 80%ഓളം ആ തരത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുകയാണ്. സോ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക്സിലെ കുറച്ച് ചോദ്യങ്ങൾ, നമുക്ക് സിലബസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയതാണല്ലോ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നും മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നിന്നുമുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, an infinite line charge with a uniform linear charge density lambda is equal to 10 microcoulomb per meter.
lies along the z axis, what is the electric field at the point located at 2 meter from the z axis in air? Okay. സോ നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത് ഇൻഫിനിറ്റ് ലൈൻ ചാർജിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മീഡിയം എന്താണെന്ന് നോക്കുക. ദെൻ തന്നിരിക്കുന്ന ചാർജ് ഡെൻസിറ്റി ലാംഡ. ലാംഡ എന്ന് പറയുന്നത് 10 മൈക്രോ കുളം പെർ മീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് ലൊക്കേറ്റഡ് അറ്റ് 2 മീറ്റർ ഫ്രം ദ ഇസഡ് ആക്സിസ്. ഓക്കെ, അപ്പൊ ഇസഡ് ആക്സിസിൽ നിലനിൽക്കുന്ന 2 മീറ്റർ അപ്പുറം നിലനിൽക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ലാംഡ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുക എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് 22.5 kV per meter, 45 kV per meter, 90 kV per meter, 112.5 kV per meter ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ എന്താണെന്നോ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്പെഷ്യൽ കേസസ്, ഫൈനൈറ്റ് ചാർജ്, ഇൻഫിനിറ്റ് ലൈൻ ചാർജ്, സ്പെറിക്കൽ, സിലിണ്ടറിക്കൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഇത് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ലൈൻ ചാർജിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ 2 പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു ആർ. ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ലാംഡ ഡെൻസിറ്റി 2 പൈ എപ്സിലോൺ നോട്ട്. എപ്സിലോൺ നോട്ട് എന്താണ് നമ്മളൊക്കെ ഒന്ന് പറഞ്ഞാണ്. എന്താണ് എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്, ആൻഡ് ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ 2 പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു ആർ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്. ലാംഡ നമുക്ക് തന്നിട്ടുണ്ട് 10 മൈക്രോ കുളം. സോ 10 into 10⁻⁻6 ഡിവൈഡ് ബൈ 2 പൈ ഇൻറ്റു എപ്സിലോൺ. അതൊക്കെ നമ്മൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതായിരുന്നു, കാണാതെ പഠിച്ചു വെക്കണമെന്ന്. 8.854 into 10⁻12 ഇൻറ്റു ആർ എന്ന് പറയുന്ന ഇൻ മീറ്റേഴ്സ് തന്നെ ആയതുകൊണ്ട് 2, ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി 90 kV per meter ആണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സോ ഇതിനകത്ത് ക്രൂഷ്യൽ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ നിങ്ങൾ ടാബർ കോളം വരച്ച് വെക്കുക. ഇൻഫിനിറ്റ് ലൈൻ ചാർജ്, ഇൻഫിനിറ്റ് ലൈൻ ചാർജിന്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് വരുന്നത്. ഇൻഫിനിറ്റ് ലൈൻ ചാർജ് for an infinite line charge, electric field intensity is equal to lambda by 2 pi epsilon naught r എന്ന് പറയുന്ന ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ ആണ്. സപ്പോസ് ഡെൻസിറ്റി കണ്ടെത്താൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് അല്ലെ. അതുവഴി നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അല്ലെ. സോ നമുക്ക് ഇവിടെ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ, 90 kV per meter. സോ ഇക്വേഷൻ ഓരോന്നിന്റെയും നിങ്ങൾ ടാബുലർ കോളം വരച്ച് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി ക്ലാസ്സിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ഫെറിക്കല്, സിലിണ്ടറിക്കല്, അത് ഇതെന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിലും ഒരു ടാബുലർ കോളം നിങ്ങളുടെ കയ്യിൽ വേണമെന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഓക്കെ, സോ ഇക്വേഷൻ എന്ന് പറയുന്നത് സി ആണ്, സോറി ആൻസർ എന്ന് പറയുന്നത് സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിലിണ്ടറിക്കൽ ലൂപ്പ് ഓഫ് റേഡിയസ് 10 centimeter, circular loop of radius 10 centimeter carries a current of 5 amps. What is the magnetic field at the center of the loop? നമ്മൾ ആംബിയർ സർക്യൂട്ടിലൂടെ ഒക്കെ ആപ്ലിക്കേഷൻ പഠിച്ച, ആംബിയർ സർക്യൂട്ടിലൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു അല്ലെ. അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷനും അതിന്റെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഒരു സർക്കുലാർ ലൂപ്പ് ഉണ്ട്, അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 ആണ്, ആൻഡ് carries a 5 amps. What is the magnetic field intensity at the center of the loop? ഈ ഒരു പോയിന്റിലെ magnetic field, what is the magnetic field? ഫ്ലെക്സ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തുക, ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നിരിക്കുന്നത് റേഡിയസ് തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തണം. ബി നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, ആപ്ലിക്കേഷൻ പഠിച്ചതാണ് നമ്മുടെ ഓർമ്മ. ബി ഈസ് ഈക്വൽ ടു mu naught I by 2r, mu naught I divided by 2r. ബി ഈസ് ഈക്വൽ ടു mu naught I by 2r. എന്താണ് mu naught എന്ന് പറയുന്നത്? പെർമിയബിലിറ്റി അല്ലെ, പെർമിയബിലിറ്റി ആണ് വരുന്നത്. പെർമിയബിലിറ്റി ഇൻറ്റു കറണ്ട് 5 amps divided by 2 into r. r എന്ന് പറയുന്നത് റേഡിയസ് ഇൻ സെന്റിമീറ്റർ ആണ്. സോ വി നീഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു മീറ്റേഴ്സ് അല്ലെ.
അപ്പോൾ നമ്മൾ അതിനെ നേരെ മീറ്ററിലോട്ട് മാറ്റി. സോ മ്യൂ നോട്ടിന്റെ വാല്യൂ എന്താ അത് നമ്മൾ പറഞ്ഞ 4π × 10⁻⁻7 ആണ് എന്റെ വാല്യൂ വരുന്നത്. സോ 4π × 10⁻⁻7 × 5 / 2 × 0.1 that is equal to almost 6.28 മൈക്രോടെസ്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 6.28 into ബി ആണ് ഓപ്ഷൻ വരുന്നത്. 6.28 മൈക്രോടെസ്ല എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. സോ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദി ഇക്വേഷൻ ഓഫ് ഫ്ലെക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫ്ലെക്സ് ഡെൻസിറ്റി ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. സോ μ0 I / 2r എന്ന് പറയുന്ന ഇക്വേഷൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. ആംബിയർ സർക്യൂട്ടിലൂടെ ആംബിയർ സർക്യൂട്ടിലൂടെയൊക്കെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ബയോസാവറിലോ കുറച്ചും ഡിഫിക്കൽട്ട് ആയിരിക്കും. ആംബിയർ സർക്യൂട്ടിലോ ഡയറക്റ്റ്ലി എടുത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു μ0 I / 2r ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 6.28 ആണ് ആൻസർ എന്ന് പറയുന്നത് ബി. Again, going back to electrostatics, what is the electric potential at the distance r from a point charge q in the free space? അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടെത്തണം. ഡിസ്റ്റൻസ് r, പോയിന്റ് ചാർജ് q, ദ ഫ്രീ സ്പേസ്. അഗെയിൻ ഇത് നമ്മൾ പഠിച്ചതായിരുന്നു, ഡയറക്ട്ലി പഠിച്ചതായിരുന്നു. അത് q/4πε0r², വരത്തില്ല. q/4πε0r, q/2πε0r² വരില്ല. q/ε0r ഇതും അല്ല വരുന്നത്. നമുക്ക് ഓപ്ഷൻ വരുന്നത് സി ആണ് വരുന്നത്, q/4πε0r. ഇത് നമ്മൾ ഡയറക്ട്ലി ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് പഠിച്ചതായിരുന്നു. q = 4πε0r എന്ന് പറഞ്ഞ് ആണ് ആൻസർ വരുന്നത്. ഇതില് മറ്റൊരു തരത്തിലാണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഏതൊക്കെ പാരാമീറ്റർ ആണെന്നുള്ള കാര്യം. ഇപ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു q ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് r എന്നുള്ള കാര്യം ഇപ്പൊ നോക്കണം. കാരണം ആ ഈ തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇവിടെ ഓപ്ഷൻ വരുന്നത് സി ആണ്, q/4πε0r. What is the capacitance of a parallel plate capacitor with area 1 meter square, plate separation d equal to 1 millimeter and air as dielectric? സോ കപ്പാസിറ്റൻസ് കണ്ടെത്താൻ വേണ്ടിയാണ്. സോ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. C is equal to ε0a/d. സോ C is equal to ε0a/d. ഇതിന്റെയൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതായിരുന്നു, എങ്ങനെയാണ് നോക്കുന്നതൊക്കെ. സോ C is equal to ε0a/d. ε0 നമുക്ക് അറിയാം, a എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. 1 meter square ആണ് a എന്ന് പറയുന്നത്. d എന്ന് പറയുന്നത് 1 millimeter ആണ്. സോ we need to convert it into meters അല്ലെ. സോ ε0 again 8.854 × 10⁻12 and area is equal to 1 meter square and distance എന്ന് പറയുന്നത് 1 millimeter ആണ്. So 10 × 10⁻3. So value will be 88.54 × 10⁻10 farads ആണ് വരുന്നത്. That means 10⁻- ആയതുകൊണ്ട് -9 ആയതുകൊണ്ട് തന്നെ നമുക്ക് നാനോ ഫാരഡ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ 88.54 നാനോ ഫാരഡ്. 88.54 നാനോ ഫാരഡ് ആണ്. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ വരുന്നത്. സോ ഇക്വേഷൻ ഇസ് C is equal to ε0a/d എന്ന് പറയുന്നതാണ് ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ്, which of the following statement is true for a conservative electric field? ഇലക്ട്രിക് ഫീൽഡിന്റെ കൺസർവേറ്റീവ് ആവണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പഠിച്ച വർക്ക് ഡൺ ഇൻ എ പാത്ത് ഡിപെൻഡന്റ്, curl of electric field is non-zero, electric field lines from closed loop, electric field lines forms closed loops, line integral of E around a closed path is 0. ഏതാണ് ആൻസർ വരുന്നത്? ഡി ആണ് ആൻസർ വരുന്നത് അല്ലേ. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് കൺസർവേറ്റീവ് ഓർ ഇറൊട്ടേഷണൽ എന്നാണ് നമ്മൾ പറയാറുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി. A sheet of charge has a surface charge density 1 nanocoulomb per meter. What is the electric field intensity just above the sheet? നമുക്കൊരു സർഫസ് ചാർജ് ഡെൻസിറ്റി ഷീറ്റ് തന്നിരിക്കുകയാണ്. അതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 1 nanocoulomb per meter ആണ്. What is the electric field intensity? Electric field intensity again application ആണ് വരുന്നത്. E is equal to sigma by 2 epsilon naught. ഇത്
ഒരു ഷീറ്റിന്റെ കേസിലുള്ള ചാർജ് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഒക്കെ റിലേഷൻഷിപ്പിന്റെ ഇക്വേഷൻ ആണ് വരുന്നത്. ഐ തിങ്ക് നമ്മൾ ഇത് നോക്കിയിട്ടുള്ളതാണ്. സോ ഒരു ഷീറ്റില് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോഴുള്ള കണ്ടീഷനാണ്. സോ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ എന്ന് പറയുന്നത് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. സിഗ്മ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന ഇക്വേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ. സിഗ്മ എന്ന് പറയുന്നത് 1 × 10⁻⁻⁹ 1 കൂടെ പറഞ്ഞിട്ടുണ്ട്. സോ 1 × 10⁻⁹ ഡിവൈഡഡ് ബൈ 2 × 8.854 × 10⁻12 ആണ് epsilon naught എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വിൽ ബിക്കം ഓൾമോസ്റ്റ് ഈക്വൽ ടു 112.9 ന്യൂട്ടൺ പെർ കുളം. ബി ആണ് ആൻസർ വരുന്നത്. 112.9 ആണ് വരുന്നത്. സോ അഗൈൻ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന ഇക്വേഷൻ. നെക്സ്റ്റ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ് വരുന്നത്. എ സർക്കുലർ ലൂപ്പ് ക്യാരീസ് എ കറന്റ് ഐ. What is the magnetic field at the center if each side has a length A? So ഒരു സർക്കുലർ ലൂപ്പ് ആണ്, അത് കൂടി ഐ എന്ന് പറയുന്ന കറണ്ട് ഒഴുകുന്നു. മാഗ്നറ്റിക് ഫീൽഡ് at the center if each side has length A. ഈ സൈഡ് ഒരു A ആണ് ലെങ്ത് എങ്കിൽ അതിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. The option is Z, 2 pi epsilon naught I divided by pi into A. 2 mu naught I divided by pi into A എന്ന് പറയുന്നതാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. നമുക്ക് അറിയാവുന്നതാണ്. What is the divergence of the magnetic field in free space? Divergence of magnetic field. Divergence എന്താണ് പറയുന്നത്? ഡെൽ എന്താണ്? ഡെൽ ഡോട്ട് ആണോ ക്രോസ് ആണോ? എന്താണ് ഡെൽ? ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡ്, ഡെൽ ഡോട്ട് ബി. ഡെൽ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു കണ്ടീഷൻ ഒക്കെ വെച്ച് പറഞ്ഞ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, നോൺ എക്സിസ്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് മോണോപോൾ എന്ന് പറയുന്ന ഒരു കഥകളൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞതാണ്. സോ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ഇതൊക്കെ PSCക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, ഡെൽ ക്രോസ് ഈക്വൽ ടു 0 എന്നൊക്കെയുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ. സോ ഇത് എന്ന് പറയുന്നത് നോൺ എക്സിസ്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് മോണോപോളിന്റെ കേസിൽ വരുന്ന ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, സി ആണ് ഓപ്ഷൻ വരുന്നത്. If E is equal to 5xi plus 3yj, what is the potential function V of xy? V of xy പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ് കണ്ടെത്തുന്നത് അല്ലെ. അപ്പോ നമുക്ക് അറിയാം ഇ എന്ന് പറയുന്നത് മൈനസ് ഡെൽ ബി ആണ്, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പൊട്ടൻഷ്യലും ഈ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ആൻഡ് ബി എന്ന് പറയുന്ന ടോപ്പിക് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതായിരുന്നു. സോ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ബി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ വി ഈസ് ഈക്വൽ ടു, അപ്പോ വി എങ്ങനെ കണ്ടെത്തും? വി കണ്ടെത്തുന്നത് നേരെ ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ. വി ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എൽ. സോ നമ്മൾ കണ്ടെത്തേണ്ടത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ്, ഈ വി ആണ് കണ്ടെത്തേണ്ടത്. സോ ഇന്റഗ്രേറ്റ് ചെയ്യുക. വി ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എൽ. ഈ നമുക്ക് തന്നിട്ടുണ്ടല്ലോ 5x plus 3y ആണ്. സോ ഇന്റഗ്രൽ മൈനസ് 5dx plus 5dy, that is equal to minus 5x minus 3y, minus 5x minus 3y. B ആണ് നമുക്ക് ഓപ്ഷൻ വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി മൈനസ് 5x മൈനസ് vy. ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇയും വിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യണം. ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ബി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. സോ ആ ഒരു ഇക്വേഷൻ മനസ്സിലുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നേ. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരുന്നത്. The electric field intensity at a point is given by E is equal to 10 V by M. What is the potential difference between 2 points located at R equal to 1 meter and R is equal to 3 meter? Potential difference ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഒരു പോയിന്റിൽ 10 വോൾട്ട് പെർ മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റ് വരെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തും? അഗെയിൻ നമ്മൾ തൊട്ട് മുമ്പ് പൊട്ടൻഷ്യൽ, അതായത് നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇ തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് മറ്റൊരു പോയിന്റ് തന്നിട്ടുണ്ട്, അവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടെത്താലോ. അതിന്റെ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടെത്തും? പി ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. നമുക്ക് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആണ് അല്ലെ. പക്ഷെ ആ ഇന്റഗ്രലിന്റെ ലൊക്കേഷൻ നമുക്ക് പുതിയ തന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് 1 meter and 3 meter ആണ്. സോ ഇന്റഗ്രൽ 1 to 3 മൈനസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ ആണ്. സോ മൈനസ് ഇന്റഗ്രൽ 10 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ് എന്ന് പറയുന്നത് 1 to 3 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -10 into
3 മൈനസ് 1 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഈ ഒരു പോയിന്റ് R ഈക്വൽ ടു 1 മീറ്റർ ആൻഡ് 3 മീറ്ററിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -20 ആണ് അല്ലെ, -20. സോ ഒരു പോയിന്റിൽ 10 ആണ് തന്നിരിക്കുന്നത്, രണ്ടാമത്തെ പോയിന്റിൽ -20 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 30 വോൾട്ട് അല്ലേ. ഒരെണ്ണം 10 ആണ്, ഒരെണ്ണം -20 ആണ്. സോ ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 30 ആണ് വരുന്നത്. സോ ഓപ്ഷൻ വിൽ ബി സി. ഒരിക്കലും നമുക്ക് -20 അല്ല നമ്മുടെ ആൻസർ വരിക, നമ്മുടെ ആൻസർ വിൽ ബി 30. വൈ? ബിക്കോസ് നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് ഉണ്ടായിരുന്ന 10 വോൾട്ടും മറ്റൊരു പോയിന്റിൽ ഉണ്ടായിരുന്നത്, അതായത് ഈ ഒരു പോയിന്റിൽ 1 മീറ്റർ ആൻഡ് 3 മീറ്റർ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -20 ആണ്. സോ ഈ രണ്ട് പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 30 വോൾട്ട് ആണ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് 30 വോൾട്ട്, ഓപ്ഷൻ സി. The unit of magnetic vector potential. ഇത് റീസെന്റ് ആയിട്ടാണ് ഏതോ ഒരു എക്സാം ചോദിച്ച ചോദ്യമാണ്. മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് സെക്കൻഡ് പെർ മീറ്റർ ആണ് യൂണിറ്റ് വരുന്നത്, വോൾട്ട് സെക്കൻഡ് പെർ മീറ്റർ. സി. A dipole of moment is placed in an electric field. What is the potential energy? Dipole moment is placed in an electric field. ഇലക്ട്രിക് ഫീൽഡ് പ്ലേസ് ചെയ്യുന്നത് വാട്ട് ഇസ് പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടെത്തുന്നത്. ഇതൊക്കെ നമ്മൾ തിയററ്റിക്കലി പഠിച്ചതാണ്. -PE cos θ എന്ന് പറയുന്നതാണ് ഇക്വേഷൻ വരുന്ന ഓപ്ഷൻ ബി. The displacement current density is given by displacement current density. അതും നമ്മൾ നോക്കിയിട്ടുള്ളതായിരുന്നു. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്താ? ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ε0 dE/dt. ε0 dE/dt ആണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഓപ്ഷൻ എ. If a two-wire line has spacing d is equal to 1 centimeter, two line system ആണ്, തമ്മിലുള്ള സ്പേസ് എന്ന് പറയുന്നത് 1 centimeter. The radius of the wire is 1 millimeter. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 millimeter ആണ്. What is the capacitance per meter? Capacitance per meter ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാലോ. സോ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് πε0 divided by logarithm of d/r. പാരലൽ കണ്ടക്ടേഴ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. കപ്പാസിറ്റൻസിന്റെ പാരലൽ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇൻ പാരലലിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത്, ഈ ഒരു കണ്ടീഷൻ വരുന്നത്. ഇക്വേഷൻ എന്ന് പറയുന്നത് C is equal to πε0 divided by logarithm of d/r ആണ് വരുന്നത്. സോ പൈ നമുക്കറിയാം, ε0 അറിയാം, logarithm of d എന്ന് പറയുന്നത് 1 centimeter and radius എന്ന് പറയുന്നത് 1 millimeter. Okay, so logarithm of 10 ആണ് വരുന്നത്. So approximately 86 picofarad per meter. 86 picofarad per meter. C ആണ് ഓപ്ഷൻ വരുന്നത്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് C into πε0 divided by logarithm of d/r ആണ് ഇക്വേഷൻ, ആ ഒരു കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ഫോർ എ parallel conductors. Which of the following law is used to compute the magnetic field due to small current element? സ്മോൾ കറന്റ് എലമെന്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി ഏതാണ് യൂസ് ചെയ്യുന്നത്? ബയോസവാർട്സ് ലോ അല്ലെ. DB എന്നൊക്കെ പറയുന്ന ഒരു ഇക്വേഷൻ, ε0 എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബയോസവാർട്സ് ലോയുടെ. അപ്പോൾ ആ ഒരു ബയോസവാർട്സ് ലോ ആണ് യൂസ് ചെയ്യുന്നത്. ആംപിയർ സർക്യുലർ ലോ എന്ന് പറയുന്നത് DH മാഗ്നറ്റിക് ഫ്ലക്സ് ഇന്റൻസിറ്റി കണ്ടെത്താൻ വേണ്ടി. ഗോസ് ലോ എന്ന് പറയുന്നത് ഡൈവേർജൻസ് ഓഫ് ചാർജ് ഫ്ലക്സ് ആണ് വരുന്നത്. ഫാരഡേസ് ലോ ഇൻഡക്ഷൻ ആണ് വരുന്നത്. Which of the following expression is given by Gauss law in integral form? ഇതും PSCക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഗോസ് ലോയുടെ ഇന്റഗ്രൽ ഫോമും ഡിഫറൻഷ്യൽ ഫോമും ഒക്കെ. സോ E.dl = 0 അല്ല, B.ds ഒരിക്കലും അല്ല, കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് വരുന്നത്. E.di is equal to Q enclosed by ε0 നോക്കാം. del.E = 0 ഇതുമല്ല വരുന്നത്. ദെൻ നമുക്ക് കുറച്ചെങ്കിലും പറ്റുന്ന ഇതുമല്ല. സോ ഇത് ഒരിക്കലും ആവത്തില്ല, അത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ് വരുന്നത്. നമുക്ക് ഇന്റഗ്രൽ E.da = Q enclosed by ε. ദെൻ ഈ ഒരു എപ്സിലോൺ നേരെ ഇങ്ങോട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ε0 into E എന്ന് പറയുന്നത് D.da എന്ന് പറയുന്നത് ചാർജ് എൻക്ലോസ്ഡ് അല്ലെ. ഡൈവേർജൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. സോ സി ആണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സോ സി ആണ് നമ്മുടെ ഓപ്ഷൻ. അന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു തിരിച്ചും മറിച്ചും ഒക്കെ ഗോസ് ലോ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ്ലി. സോ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. The curl of electric field in an electrostatic field is curl of electric field.
കേൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0. നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ കൺസർവേറ്റീവ് കേസ് ഒക്കെ പറഞ്ഞതാണ്. സോ സി ആണ് ഓപ്ഷൻ വരുന്നത്. What is the electric flux through a cube of side 2 meter if the point charge of 1 microcoulomb is placed at its center? So, what is the electric flux? Electric flux ആണ് കണ്ടെത്തേണ്ടത്. ക്യൂബിന്റെ സൈഡ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. പോയിന്റ് ചാർജ് ഓഫ് 1 microcoulomb is placed at center. So, ഫ്ലക്സ് എന്ന് പറയുന്നത് Q by epsilon naught. Q എന്ന് പറയുന്നത് 1 microcoulomb ആണ് divided by epsilon naught. So 8.854 into 10⁻12 volt ആണ്. ഏകദേശം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഇൻ ടേംസ് ഓഫ് epsilon naught ആണ് തന്നിരിക്കുന്നത്. So 1 into 10⁻6 by epsilon naught. C ആണ് ഓപ്ഷൻ വരുന്നത്. Q by epsilon naught ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. So Q by epsilon naught. Q നമുക്ക് തന്നിട്ടുണ്ട് 1 microcoulomb എന്ന് പറയുന്നത്. So C is the answer. For a magnetic field, B is equal to 2x plus 2xi plus 3yj plus 4zk, what is del dot B? What is the value of del dot B? Del dot B ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു പ്രോപ്പർ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് del dot B എന്ന് പറയുന്നത്? 0239. ഏതാണ് ആൻസർ വരിക? നമുക്ക് del dot B എന്ന് എടുക്കാം. del dot B എന്ന് പറയുന്നത് dou bx by dou x, dou by dou y, dou bz by dou z, 2 plus 3 plus 4, that is 9. പക്ഷെ ഇത് പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചില്ല. ഡെൽ ഡോട്ട് ബി ഒരു പ്രോപ്പർ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ഡെൽ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. ഇഫ് ഇറ്റ് ഈസ് നോൺ സീറോ എന്ന് പറയുന്നത് അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. സോ ഒരു പ്രോപ്പർ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഡെൽ ഡോട്ട് ബി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 0. സോ നമുക്ക് ആ ഒരു കണ്ടീഷൻ അറിയാമെന്നുണ്ടെങ്കിൽ വിത്തിൻ 2 seconds നമുക്ക് ബബിൾ ചെയ്യാൻ സാധിക്കും അല്ലെ. സോ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ. സോ ഇതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. സോ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. Which law allows the computation of electric field due to symmetrical charge distribution? So, allows the computation of electric field due to symmetrical charge distribution. Coulomb's law alla, force ആണ്, Biot-Savart's law alla, electric field ആണ്. ഇത് magnetostatics ആണ്, Gauss law ആണ്, Faraday's law അല്ല. So, Gauss's law ആണ് വരുന്നത്. കാരണം Gauss's law ആണ് നമുക്ക് magnetostaticsലെ ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് EMD ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് Gauss law ആണ്. Which vector identity leads from Faraday's law to the conservative nature of electrostatics? അത് നമ്മൾ കുറച്ച് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന conservative nature of electrostatics, del cross equal to 0. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത് അല്ലെ. ഇത് Gauss's law, non-existence of magnetic monopole. A magnetic field varies with time in a region. Which law quantifies the induced electric field? Magnetic field varies with time. Time varying magnetic field ആണ്. Which law quantifies the induced electric field? Gauss's law അല്ല, Ampere's circuital law അല്ല, Lenz's law അല്ല, Faraday's law of electromagnetic induction. Faraday's law, ആ Faraday's lawയുടെ ഡയറക്ഷൻ കണ്ടെത്തിയതാണ് Lenz's law എന്ന് പറയുന്നത്. ഓക്കെ, Faraday's law ആണ് ഇൻഡ്യൂസ്ഡ് EMF-നെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. In Maxwell's equation, del dot D equal to rho represents del dot D equal to rho എന്ന് പറയുന്നത് ഡൈവേർജൻസ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി, ഡൈവർജൻസ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ആണ്. ദാറ്റ് ഇസ് ബൈ Gauss's law of electricity, Ampere's circuital law and Faraday's law. Gauss's law of electricity അല്ലെങ്കിൽ Gauss's law എന്നാണ് നമ്മൾ ജനറലി പറയുന്നത്. Which of the following statements about equipotential surface is true? Electric field is parallel to the equipotential surface. Electric field is 0 on equipotential surface. No work is done in moving a charge along an equipotential surface. Equipotential surface intersects electric field lines. ഇത് again PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി കാണും. സി ആണ് ആൻസർ വരുന്നത്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. സോ ബിക്കോസ് ഈക്വൽ പൊട്ടൻഷ്യൽ ആണ്. സോ നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിംഗ് എ ചാർജ് along an equipotential surface. Option C. Which of the following correctly describes the physical significance of displacement current? Displacement currentന്റെ physical significance ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. It flows only through conductor. It allows time varying electric field to produce magnetic fields. It represents the conduction current. It is 0 in vacuum.
സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. ഇറ്റ് അലൗസ് ടൈം വേരിങ് ഇലക്ട്രിക് ഫീൽഡ് ടു പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ടൈം വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യും, ഒരു ടൈം വേരിങ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യും ടു പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ഇറ്റ് അലൗസ് ടൈം വേരിങ് ഇലക്ട്രിക് ഫീൽഡ് ടു പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ലൈവ് സെഷനും കൂടെ നമുക്ക് എടുക്കാം, അതിനകത്ത് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു എങ്ങനെയാണ് ഒരു ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്കൊരു ലൈവ് സെഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, സോ ഇതിന്റെ ബേസിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക, ടോപ്പിക്കുകൾ റിവൈസ് ചെയ്ത് വെക്കുക. അടുത്തൊരു ലൈവ് സെക്ഷൻ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഇക്വേഷൻസ് ഒന്നും മിസ്സാവാതെ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. നമുക്ക് ലൈവ് സെഷൻസിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്താം. ഓക്കെ, സോ അഗൈൻ ഒരു തവണയും കൂടെ നിങ്ങൾ ഈ ഒരു ഇപ്പം പറഞ്ഞ 25 ക്വസ്റ്റ്യൻസിൽ കൂടെ നിങ്ങളും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. അറിയാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് റെഫർ ചെയ്യുക നമ്മുടെ നോട്ടുകൾ, അല്ലെങ്കിൽ തന്നെ ചോദിക്കുക. ഓക്കെ, അപ്പം താങ്ക് യു.